കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും വിവരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ എല്ലാവരും കാണുക, ഒരിക്കലും നഷ്ടമാവുകയില്ല. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തത് സിൽ ബിമാ യുനാസിബു, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ബ്രാക്കറ്റുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, 8 എണ്ണമുണ്ട്. അതുപോലെ തന്നെ 8 ചോദ്യങ്ങളുണ്ട്. നമുക്കൊന്ന് ചോദ്യം വായിച്ചു നോക്കാം. അർ റജുലു, പുരുഷൻ, യഅദിലു, നീതി കാണിക്കണം. പുരുഷൻ എന്നതുകൊണ്ട് ഭർത്താവ് എന്നുകൂടെ അർത്ഥമുണ്ട്. ഭർത്താവ് നീതി കാണിക്കണം എന്ന് പറയാം. ലി സൗജത്തിഹി, തൻ്റെ ഭാര്യയോട്. ഇനി അൽ മർഅത്തു, ഭാര്യ തഅദിലു, നീതി കാണിക്കണം. ലി സൗജിഹി, തൻ്റെ ഭർത്താവിനോട്. അപ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും നീതി കാണിക്കണം. മൂന്നാമത്തത് അൽ ഇസ്ലാമു യഅ്മുറു ബിൽ അദ്ലി, ഇസ്ലാം നീതി കൊണ്ട് കൽപ്പിക്കുന്നു. മാ ജമീൻ നാസി, എല്ലാ ജനങ്ങളോടും നീതിയുക്തമായി പെരുമാറാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. നാലാമത്തത് അത്തബാഉലു വത്തഖാലുഫു, പരസ്പര വെറുപ്പും വിദ്വേഷവും അതിനോട് യോജിച്ചു വരുന്നത് മിൻ സമറാത്തി സൂഇൽ ഖുലുഖ്, ചീത്ത സ്വഭാവത്തിൻ്റെ ഫലങ്ങളിൽപ്പെട്ടതാണ്. അഞ്ചാമത്തത് അസ്സിദുക്കു, സത്യം എന്നുള്ളത് അസുലുൽ ഫളായിലി, എല്ലാ മഹത്വങ്ങളുടെയും ശ്രേഷ്ഠതയുടെയും അടിസ്ഥാനമാണ് സത്യം, സത്യസന്ധത എന്നതൊക്കെ. ആറാമത്തത് അത്തഹാബുബു ബില്ല ഫില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്നത് മിൻ അഫ്ളലിൽ ഇബാദാത്തി, അത് നല്ല ശ്രേഷ്ഠമായ ആരാധനകളിൽപ്പെട്ട കാര്യമാണ്. 7 റഹ്മത്തു നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യം തഅമ്മു ജമീഅ മാഫിൽ ആലം, ലോകത്തുള്ള എല്ലാറ്റിനെയും ഉൾക്കൊള്ളിക്കുന്നതാണ്. എട്ടാമത്തത് അൽ മഷിയു ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് നടക്കുക എന്നുള്ളത് മിൻ ശുക്രി റിജിലി, കാലുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്ന നന്ദിയാകുന്നു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് തമ്മീം, പൂർത്തിയാക്കാനാണ്. അതിലൊന്ന് ലൈൻ ഷക്കർത്തും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ അസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു തരും. 2 തഫക്കറു ഫി ഖൽക്കില്ലാഹി വലാ തഫക്കറു, നിങ്ങൾ ചിന്തിക്കുക അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളിൽ. വലാ തഫക്കറു ഫി ദാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ സത്തയിൽ, അള്ളാഹുവിൻ്റെ ആ ദാത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. 3 ഇർഹമു മംഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. എന്നാൽ ഇർഹമുക്കും മംഫിസ് സമാ, ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇത് എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഇദാ അഹബ്ബ റജുലു അഖാഹു, ഒരാൾ ഒരു വ്യക്തിയെ, ഒരു സഹോദരനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൽ യുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം അവനെ അറിയിക്കട്ടെ എന്ന്. 5 എഴുതിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കുക. ഫിന്നുഹലത്തി, പരസ്പരം പങ്കുവെക്കുന്നതിൽ നിങ്ങൾ നീതി കാണിക്കുക. ഇതുപോലത്തെ ചോദ്യം എല്ലാ വർഷവും വരുന്നതാണ്. പാഠഭാഗത്തിലെ മെയിനായിട്ടുള്ള ഇതുപോലത്തെ കണ്ടൻറ്റുകൾ അറബിയിൽ തന്നെ നമ്മൾ പഠിച്ചു വെക്കുക, മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ കാരണമാകും. മൂന്നാമത്തത് ബയ്യിൻ, വ്യക്തമാക്കാനാണ്. വായിക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ മദ്രസാപരമായ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് സഹായിക്കുക. ഈ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിടുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുക. ബയ്യിനിൽ 1 ദുൽമ്, അക്രമമാണ്. എന്താണ് അക്രമം എന്ന് പറഞ്ഞാൽ വലഉ ഷൈഇ ഫി ഗൈരി മഹല്ലിഹി, ഒരു വസ്തുവിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് വെക്കുന്നതിനാണ് അക്രമം എന്ന് പറയുന്നത്. 2 സിദുക്കു നീയത്ത്, നീയത്തിലെ സത്യം എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? ഹുവ അൻ യകൂന ഖസ്ദുൽ അബ്ദി ബി അമലിഹി റിളല്ലാഹി തആല ഫഖത്ത്, ഒരടിമ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ, തൃപ്തിയെ മാത്രം ഉദ്ദേശിക്കുന്നതിനാണ് നിയ്യത്തിലെ സത്യം എന്ന് പറയുന്നത്. नाइट में भी रेगुलर पैड, बैक लीकेज के डर से सीधा सोना पड़ेगा. स्टे फ्री सिक्योर नाइट्स, सिर्फ लॉन्गर. മൂന്നാമത്തത് അശ്ശുക്റു, ശുക്ർ, നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫുൽ അബ്ദി ജമീഅ മാ അൻഅമല്ലാഹു അലൈഹി ലിമാ ഖുലിക ലി അജലിഹി, അള്ളാഹു തആല അവനിക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹത്തെയും അള്ളാഹു ഏതിനു വേണ്ടിയാണോ അതിനെ പടച്ചത് അതിലേക്ക് തിരിക്കലാണ്, അതിൽ ഉപയോഗിക്കലാണ്, അതിൽ ഉപയോഗപ്പെടുത്തലാണ്.
നാലാമത്തത് സിദുഖുൽ കൗല്, വാക്കിലെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ അൻ യഹ്ഫദൽ അബ്ദു ലിസാനഹു മിനൽ കദിബ്, ഒരു അടിമ തൻ്റെ നാവിനെ കളവിൽ നിന്ന് സൂക്ഷിക്കലാണ് വാക്കിലെ സത്യം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണിത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് 4 അത് ചിലപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടോ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനോ പൂരിപ്പിക്കാനോ ഒക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേകം പഠിച്ചു വെക്കുക. ഇനി 4ാമത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. അതിലൊന്ന് സലാസും മൻകുന്ന ഫീഹി വജദ ബിഹിന്ന അലാവത്തുൽ ഈമാൻ മാഹുന്ന, 3 കാര്യങ്ങൾ ഒരാളിൽ എത്തിച്ചാൽ അയാളിൽ ഈമാനിൻ്റെ മാധുര്യം എത്തിച്ചു എന്ന് പറയുന്നു. ഏതൊക്കെയാണത്? വായ് യക്കൂനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അള്ളാഹും റസൂലും അല്ലാത്തതിനേക്കാളും അള്ളാഹും റസൂലുമാവുക അവനിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. വായ് യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹി, ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുക്ക് വേണ്ടി ഇഷ്ടപ്പെടുക എന്ന് ചുരുക്കം. വായ് യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, അള്ളാഹു ഹിദായത്തിൻ്റെ ഈമാൻ നൽകിയ ശേഷം വീണ്ടും അതിലേക്ക് പോകുന്നത്, അവന് തീയിൽ എറിയപ്പെടുന്നത് വെറുക്കുന്നത് പോലെ അവൻ വെറുക്കുക. ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 2ാമത്തത് അക്സറുമാ യുദ്ഖിലു നാസൽ ജന്നത്ത മാഹുവ, അധികം ആളുകളെയും സ്വർഗത്തിൽ കടത്തുന്നത് എന്താണ്? തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖൽഖ്, അള്ളാഹുവിലേക്കുള്ള തഖ്വയും സൽസ്വഭാവവുമാണ്. ഇനി 5ാമത്തേൽ വരുന്നത് ബയ്യീനിൽ ദലീല മിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് തെളിവ് കൊണ്ടുവരാനാണ്, വ്യക്തമാക്കാനാണ്. എന്നിട്ട് ഏതിനാണ് തെളിവ് വേണ്ടത്? അക്സറുന്നാസി ലാ യഷ്കുറൂൻ, അധികം ആൾക്കാർ നന്ദി ചെയ്യാത്തവരാണ് എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അത് ഖുർആനിലുണ്ട്. എന്താ തെളിവ്? അപ്പോൾ ഖലീലും മിൻ ഇബാദി യഷ്കൂർ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അധികം ആളുകളും നന്ദി ചെയ്യുന്ന അടിമകൾ വളരെ കുറവാണ്. 2ാമത്തത് നിഅമുല്ലാഹി അക്സറു മിൻ അൻ തുഹ്സ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണി കണക്കാക്കാൻ പറ്റാത്ത അത്രയും അധികമാണ്. അത് എവിടുന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതും ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. വൈൻ തഅദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹ, എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണിക്കണക്കാക്കാൻ പറ്റുകയില്ല. 3ാമത്തത് അല്ലാലിമു ഗൈറു മുഫ്ലിഹ്, അക്രമി വിജയിക്കുകയില്ല എന്ന് എവിടുന്ന് കിട്ടി? ഖുർആനിലുണ്ട്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമി വിജയിക്കുകയില്ല തീർച്ചയായും. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്, വായിക്കുന്നില്ല, വീഡിയോ ദീർഘിച്ചു പോകും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റിലൂടെ ഉപകാരപ്പെട്ട കാര്യം അറിയിക്കാനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ദുറൂസിൽ നിന്ന് നമുക്ക് 6 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. എല്ലാ പാഠഭാഗവും അതിൻ്റെ ചോദ്യോത്തരവും അതിൽ വരുന്ന ഹദീസുകളും ആയത്തുകളും പിന്നെ ഓരോ വിഷയങ്ങൾക്ക് തെളിവ് പറയപ്പെടുന്നുണ്ട്. അതൊക്കെ കൃത്യമായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും നല്ല ഉയർന്ന മാർക്കോടുകൂടിയുള്ള വിജയം നൽകട്ടെ. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.